ഹരി ഓം. എല്ലാവർക്കും നല്ല നമസ്കാരം. ലിയോസിംഹ ആസ്ട്രോവേദിക് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്ന വിഷയം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് ആയില്യ ദിവസമാണ്. അതായത് എല്ലാ വട്ടത്തെ പോലെ ആയില്യത്തിനേക്കാൾ ഫലസിദ്ധി ഏറിയ ഒരു ആയില്യ ദിവസമാണ് ഇന്നത്തെ ദിവസം. ആയില്യ പൂജ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മണ്ണാറശാലയിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസവും വെട്ടിക്കോട് നാഗരാജാവ് ക്ഷേത്രത്തിലെ വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസവുമാണ് ഇന്നത്തെ. അപ്പം നമ്മൾ ആയില്യപൂജ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വർഷം നമ്മൾ മുടങ്ങിക്കിടക്കുന്ന, നമ്മൾ ഇന്നേ വരെ ആയില്യപൂജ ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം ത്രൂ ഔട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് ആയില്യപൂജ നടത്തിയ ഒരു അനുഭൂതി ആയിരിക്കും ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പുണ്യം നമുക്ക് പറയുന്നതിനേക്കാൾ അപ്പുറമാണ്. അതായത് അഷ്ടമശനി ദോഷങ്ങൾ ബാധിച്ചിട്ടുള്ളവരാണ് ഇന്ന് പ്രധാനമായിട്ടും ആയില്യപൂജ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും. അവരെ ബാധിച്ചിരിക്കുന്ന അഷ്ടമശനി ദോഷങ്ങളെല്ലാം അകലുകയും ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മുടെ മണ്ണാറശാലയും നമ്മുടെ വെട്ടിക്കോട് നാഗരാജാവ് ക്ഷേത്രവും സന്ദർശിക്കുന്നത് അത്യുത്തമമാണ്. പ്രധാനമായിട്ടും മണ്ണാറശാലയിലും വെട്ടിക്കോട് നാഗരാജാവ് ക്ഷേത്രങ്ങളിലും എടുക്കേണ്ട വഴിപാട് ഇങ്ങനെയാണ്. അഷ്ടമശനി ദോഷങ്ങളും സർപ്പദോഷങ്ങളും ഒക്കെ ബാധിച്ചിട്ടുള്ളവർ വെറ്റില, അടയ്ക്ക ഇവ തലയ്ക്കൊഴിഞ്ഞ് 3 വട്ടം ആ ക്ഷേത്രത്തിന് ചുറ്റും, നമ്മൾ സന്ദർശിക്കുന്ന ക്ഷേത്രമുണ്ടല്ലോ, ആ ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം വലം വെച്ചതിന് ശേഷം ആ തിരുനടയിൽ സമർപ്പിക്കുക. എന്നിട്ട് ഓം ഗംഗണപതായേ നമ, ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം ദുർഗാ ഭഗവതീം ശരണമഹം പ്രപത്തെ, ഓം കുടുംബപര ദേവതയേ നമ. ഈ മന്ത്രം 2 തവണ ഉച്ചരിച്ചതിന് ശേഷം മനസ്സറിഞ്ഞ് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറണമേ എന്ന് പ്രാർത്ഥിക്കുക.